അനുസരിച്ച് പ്രവർത്തിക്കുക. ഉടനെ ജനക്കൂട്ടം ഈശോയോട് ചോദിച്ചു, എന്താണ് ദൈവഗീതം അനുസരിച്ചുള്ള പ്രവൃത്തി? ഇതിന് ഉത്തരം നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവഗീതം അനുസരിച്ചുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പൊ എന്താണ് ദൈവഗീതം അനുസരിച്ചുള്ള പ്രവൃത്തി? ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോ ദൈവം അയച്ചവനിൽ വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്നവരുടെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. അപ്പോ ദൈവം കൂടെയുള്ളവരെ ഒരിക്കലും എന്ത് കാരണവശാലും ഒരിക്കലും തകർക്കാൻ പറ്റുകയില്ല. അത് നമ്മൾ അടിവരയിട്ട് വിശ്വസിക്കുക. എന്താണ് യഥാർത്ഥത്തിലുള്ള ഉചിതമായ ദൈവഗീതം അനുസരിച്ചുള്ള പ്രവൃത്തി? ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. ദൈവം അയച്ചത് ആരെയാണ്? യേശു ക്രിസ്തുവിനെയാണ്. അപ്പൊ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് വചനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ ഒരു കാര്യം ഓർക്കുക, യേശു കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും സങ്കീർണതകളും എല്ലാം ഉണ്ടാകും. രോഗമുണ്ടായേക്കാം, കഷ്ടപ്പാടുകൾ ഉണ്ടായേക്കാം, ദുരിതങ്ങൾ ഉണ്ടായേക്കാം, കുടുംബ തകർച്ച ഉണ്ടായേക്കാം, സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായേക്കാം, തകർച്ചകൾ ഉണ്ടായേക്കാം, മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തി എന്ന് വരാം, എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചു പോകുന്ന ഒരവസ്ഥ വന്നേക്കാം, എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരവസ്ഥ വന്നേക്കാം. ഇതൊക്കെ വന്നേക്കാം. പക്ഷേ തന്നിൽ അയച്ചവനെ വിശ്വസിച്ച് വചനത്തിന്റെ ബലം കൊണ്ട്, ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് മുമ്പോട്ട് പോയാൽ ഇന്നത്തെ ഈ പ്രശ്നങ്ങളെല്ലാം, പ്രതിസന്ധികളെല്ലാം നാളത്തെ മതിരിക്കുന്ന ഓർമ്മകളും അനുഭവങ്ങളുമായി മാറുമെന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. അങ്ങനെ പോയില്ല എങ്കിൽ എന്താ സംഭവിക്കുക? പ്രതിസന്ധിയിൽ നിന്ന് വീണ്ടും പ്രതിസന്ധിയിലേക്കും, തകർച്ചയിൽ നിന്ന് വീണ്ടും തകർച്ചയിലേക്കും, സങ്കീർണതയിൽ നിന്ന് അതിസങ്കീർണതയിലേക്കും നമ്മുടെ ജീവിതം കടന്നു പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരേയൊരു കാര്യം ഇതാണ്: ദൈവം അയച്ചവരെ വിശ്വസിച്ചുകൊണ്ട്, ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട്, വചനത്തിന്റെ ബലം കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും പ്രശസ്തിയും കൊണ്ട് പൂർണ്ണമായി മാറും. അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ജോബിന്റെ ജീവിതം. അച്ഛൻ വചനം നമ്മളുമായിട്ട് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച വചനം പങ്കുവെച്ചപ്പോൾ, ശുശ്രൂഷ ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, ജോബിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. ഞാനും നിങ്ങളെ ജോബിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, വചനം വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ജോബ് എങ്ങനെയുള്ളവനായിരുന്നു? നീതിമാനായിരുന്നു. വീണ്ടും അതേ വചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ജോബ് ദൈവത്തിന്റെ വിശ്വസ്തനായിരുന്നു. അപ്പൊ ജോബ് നീതിമാനായിരുന്നു, ദൈവത്തിന്റെ വിശ്വസ്തനായിരുന്നു. എങ്കിലും ജോബിന്റെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരിക. ജോബിനോട് കൂടിയായിരുന്നു ദൈവത്തിന്റെ കരം. പക്ഷേ അവിടെയും ജോബ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് തമ്പുരാൻ വിട്ടുകൊടുക്കുകയാണ്. ആദ്യം അവന്റെ സമ്പത്ത് നീക്കിക്കളയുന്നു, സന്താനങ്ങളെ നീക്കിക്കളയുന്നു. അങ്ങനെ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം ദൈവം കൊടുത്തോ അതെല്ലാം ഓരോന്നായിട്ട് എടുത്തെടുത്ത് മാറ്റുകയാണ്. അങ്ങനെ മാറ്റപ്പെടുന്ന അവസരത്തില് ജോബിനോട് സ്വന്തം ഭാര്യയും സ്നേഹിതന്മാരും അയൽപക്കക്കാരും എല്ലാം പറയുന്നുണ്ട്, നീ ദൈവത്തെ തള്ളി പറയുക, അല്ലെങ്കിൽ നീ ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തിൽ നീ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള നാശം സംഭവിച്ചത് എന്ന്.
പക്ഷെ അന്നോരോ ജോബ് പറയുന്നുണ്ട്, ഞാൻ നീതിമാനാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു പോരായ്മയും ഞാൻ കാണിച്ചിട്ടില്ല. അവിടെയും ജോബിൽ ഏറ്റു പറയുമ്പോഴും